ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഡിഷാണ് പിടിയും വറുത്തരച്ച കോഴിക്കറിയും. കോട്ടയം, എറണാകുളം ആ ഭാഗത്തോട്ടൊക്കെ വളരെ പോപ്പുലറാണ് ഈ കറി. പത്തനംതിട്ട ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്, വളരെ പോപ്പുലറായിട്ടുള്ളതാണ്. അപ്പം നിങ്ങളെല്ലാവരും പിടിയും കോഴിയും ക്രിസ്മസിന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പിടിയും കോഴിയും ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം വറുത്തരച്ച് കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് സ്പൈസസ്, തക്കോലവും ഗ്രാമ്പൂ, ഏലക്കായും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്പൈസസ് എല്ലാം കൂടെ കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. അതിനുശേഷം ഒരമുറി തേങ്ങയും കൂടെ നന്നായിട്ട് തിരുമ്മി, കടലാതെ തിരുമ്മി തേങ്ങ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഈ തേങ്ങ നമ്മൾ ഒരു തേങ്ങ ഫുള്ളായിട്ട് തിരുമ്മുന്നുണ്ട്, അരമുറി തേങ്ങ മാറ്റി വയ്ക്കുക. അരമുറി തേങ്ങ അതിനകത്ത് ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. ഇപ്പം നമുക്ക് കാണാം നമ്മളുടെ തേങ്ങ നന്നായിട്ട് വറവായിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് അതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പം നമ്മൾ ആദ്യം സ്പൈസ് ഇട്ടതിൻ്റെ കൂടെ കുറച്ച് ബേ ലീവ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചൂടായി കഴിയുമ്പോൾ ആ ബേ ലീവ്സ് ഇനി എടുത്ത് മാറ്റണം. ബേ ലീവ്സ് അതിൻ്റെ കൂടെ അരയ്ക്കരുത്. അപ്പോൾ നമുക്ക് കാണാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലൊരു മിക്സിക്കകത്തെടുത്ത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ശകലം വെള്ളം കൂടെ വേണേൽ ഒഴിക്കാം, വെള്ളം ചേർക്കണമെന്നില്ല, അരച്ച് എടുത്ത് മാറ്റി വയ്ക്കുക. നമ്മൾ വറുത്ത മസാലയും തേങ്ങയും എല്ലാം കൂടെ ഒരു ഗ്രൈൻഡറിനകത്ത് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം അപ്പം അതിനകത്തേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് ഇവിടെ കറി വെക്കുന്നത്. 1 കിലോ ചിക്കന് ഞാൻ ഒരു 250 കുഞ്ഞുള്ളിയാണ് ഉപയോഗിക്കുന്നത്. കുഞ്ഞുള്ളി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കുഞ്ഞുള്ളിക്കാണ് ടേസ്റ്റ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും വറുത്തരച്ച് വെക്കുന്ന കറികൾക്കൊക്കെ കുഞ്ഞുള്ളിയാണ് നല്ല. സവാള ചേർന്ന് ഞാൻ ടേസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല. പഴയ കാലത്തുള്ള നമ്മൾ അമ്മച്ചിമാരൊക്കെ വെക്കുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഒരു 250 കുഞ്ഞുള്ളി ഇട്ട് അതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള ഒരു വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഇവിടെ ചേർക്കുന്നില്ല, കാരണം നമ്മൾ അരപ്പിന് വേണ്ടി ആദ്യം അരച്ച സാധനത്തിനകത്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക.
അതിനുശേഷം ഒരു 2 ടൊമാറ്റോ ഫൈനായിട്ട് ചോപ്പ് ചെയ്തതും ഇട്ടിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി വഴറ്റിയെടുക്കുക. നമ്മളുടെ തക്കാളിയും സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പെരണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ. 1 കിലോ ചിക്കൻ്റെ കണക്കാണ് ഞാൻ ആദ്യം പോലെ പറയുന്നത്. 1 കിലോ ചിക്കൻ ഒരുപാട് വലിയ പീസാണ്, ബിരിയാണി പീസ് പോലെ ആകരുത്, ചെറിയ പീസായിട്ട് ഉള്ള അരിഞ്ഞായിരിക്കണം. അതും കൂടി ഇട്ടിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി ചൂടാക്കുക. ഇപ്പോൾ സവാളയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അരച്ചു വച്ചിരിക്കുന്ന മസാല ഇതിനകത്തേക്ക് ചേർക്കുക. ശകലം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക വേവൻ്റെ ആവശ്യമനുസരിച്ച്. പിന്നെ അവനവന് ഉപയോഗിക്കുക, ഏത് സ്ഥലത്തെ ചിക്കനാണ്, ഏത് ടൈപ്പ് ചിക്കനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതനുസരിച്ച് വേവിന് വ്യത്യാസം ഉണ്ടാവും. ബോയിലർ ചിക്കൻ എങ്ങനെ ഒരു 10 മിനിറ്റ് മതിയാകും. ചില സ്ഥലങ്ങളിൽ കിട്ടുന്ന ചിക്കനാണെങ്കിൽ 15 മുതൽ 20 മിനിറ്റ് വരെ വേവിക്കേണ്ടി വരും. നാടൻ ചിക്കനാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ വരെ വേവിക്കേണ്ടി വരും. അപ്പം അവനവന് കിട്ടുന്ന ചിക്കനെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേകാൻ അനുവദിക്കുക, അടച്ചു വെച്ച് വേവിക്കുക. നമുക്ക് കാണാം നമ്മുടെ വറുത്തരച്ച കറി, ആ പഴയ ചാറെല്ലാം കുറുകി കിടന്ന് വെന്ത് നല്ല പരുവായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി കടുക് വറുത്ത് പൊട്ടിച്ചാൽ വറുത്തരച്ച കറി റെഡിയായി കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് പിടി ഉണ്ടാക്കണം. പിടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിരുന്ന അരമുറി തേങ്ങ ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിനെ ഒന്ന് ചൂടാക്കുക. അങ്ങ് വറുത്തെടുക്കേണ്ട, ചൂടാക്കുക. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഒരു തേങ്ങ അരമുറി തേങ്ങ നമ്മൾ 1 കിലോ ചിക്കന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി അരമുറി തേങ്ങ അതിനൊന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ 250 ഗ്രാം പൊടിയുടെ പിടിയാണ് ഉണ്ടാക്കുന്നത്. 250 ഗ്രാം. അപ്പം നമ്മളിപ്പം കപ്പിന് കടന്നെടുക്കുകയാണെങ്കിൽ 1 കപ്പ് തേങ്ങാപ്പൊടിയാണ് 2 കപ്പ് അരിപ്പൊടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ തേങ്ങാപ്പൊടി നന്നായിട്ട് വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് കിട്ടത്തില്ല. എന്നിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തേങ്ങയുടെ കൂട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി അടി പിടിക്കാൻ സൂക്ഷിക്കണം. നന്നായിട്ട് പെട്ടെന്ന് ഇളക്കി, ഒരുപാട് നേരമൊന്നും വേണ്ട, 2 മിനിറ്റ് താഴെ ഇട്ട് ചൂടാക്കിയാൽ മതി. നന്നായിട്ടൊന്ന് നമ്മൾ ഈ പുട്ടിനൊക്കെ വറക്കുന്നതുകൊണ്ട് നന്നായിട്ടൊന്ന് പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാം പൊടി നന്നായിട്ട് വറന്ന് ചെറുതായിട്ട് ഉണ്ട കെട്ടാൻ തുടങ്ങുന്നുണ്ട്. അത് ഉണ്ട കെട്ടാൻ സമ്മതിക്കരുത്. എന്നിട്ട് ഇതിനകത്തുനിന്ന് ഒരു 2 ടീസ്പൂൺ പൊടി എടുത്ത് മാറ്റി വയ്ക്കുക. പൊടി നമ്മൾ കുഴച്ച് പിടിയാക്കുന്നതിന് മുമ്പ് 2 ടീസ്പൂൺ എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ച് ചൂടാക്കി അതിനകത്ത് കുറച്ച് കുഞ്ഞുള്ളി ഇടിച്ചതും കുറച്ച് ജീരകം, ചെറിയ ജീരകം ഇടിച്ചതും കുറച്ച് കരിവേപ്പിലയും കൊണ്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഇതാണ് നമ്മൾ ഈ പൊടി കുഴയ്ക്കാൻ, പിടിയുടെ പൊടി കുഴയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണിത്. അതിന് നല്ല ഫ്ലേവറൊക്കെ കിട്ടും, അതിൽ പിടിക്കിട്ട് നല്ല ടേസ്റ്റും കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ.
നന്നായിട്ട് അതിനെ തിളപ്പിച്ച വെള്ളം എടുക്കുക. അപ്പോൾ ഒരു 2 ടീസ്പൂൺ പൊടി എടുത്ത് മാറ്റിയതിന് ശേഷമുള്ള പൊടി നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ആ തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിനെ കുഴച്ചെടുക്കുക. നമ്മൾ ഒരു കൊഴുക്കട്ടയ്ക്കൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ, നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതാണ്, നമുക്ക് ഉരുട്ടിയെടുക്കത്തക്ക രീതിയിൽ. ഒരുപാട് വെള്ളമായി പോകരുത്. അതിനകത്ത് നമ്മളിപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ ആ വെള്ളത്തിനകത്ത്, അപ്പം പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. ഉപ്പ് ചേർത്ത് കുഴച്ചെടുക്കുക. എന്നിട്ട് അതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക. തീരെ ചെറുതാകാൻ ഇഷ്ടമാണ് തീരെ ചെറുതാക്കിക്കോളൂ, അല്ലെങ്കിൽ ഒരു പരുവത്തിനുള്ള ഉണ്ടയാക്കിയിട്ട് ചെറിയ ഉണ്ടകളാക്കി ഉരുട്ടി മാറ്റി വയ്ക്കുക. നമ്മൾ പിടിയെല്ലാം ഇപ്പോൾ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ബാക്കിയുള്ള വെള്ളം, തിളപ്പിച്ച വെള്ളത്തിനകത്തേക്ക് ഉരുട്ടിയ പിടി ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇട്ട് വേവിക്കേണ്ടി വരും. നന്നായിട്ട് വെന്ത് വരണം. നന്നായിട്ട് വെന്ത് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആ എടുത്തു വെച്ചുള്ള 2 ടീസ്പൂൺ പൊടിയുണ്ടല്ലോ, പൊടിയും തേങ്ങയുള്ളത്, അതിനെ ഒരു പാത്രത്തിലും ചൂടുവെള്ളം ഒഴിച്ച് കലക്കി ഇതിനകത്തേക്ക് ഒഴിക്കുക. ഒരു തിക്നെസ് കിട്ടും. എന്നിട്ട് അതുകൂടെ കിടന്ന് ഒന്ന് വേവട്ടെ. ഇപ്പോൾ നമുക്ക് കാണാം നമ്മൾ ആ എടുത്തു വെച്ച പിടി നമ്മൾ രണ്ടാമതും കലക്കി ഒഴിച്ച പൊടിയും കൂടെ ചേർന്ന് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒരു കുറച്ച് തേങ്ങാപ്പാലൂടെ പിഴിഞ്ഞത്. ഞാൻ 1-ാം പാൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ചിലരാണെങ്കിൽ 2-ാം പാലൊക്കെ ഉപയോഗിച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത്. പക്ഷേ ഞാൻ ആദ്യം തിളപ്പിച്ച വെള്ളം, കുറച്ചുകൂടി ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ആദ്യം തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചത്. നമ്മൾ ആ കുഞ്ഞുള്ളിയും കരിയാപ്പിലയും ജീരകവും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതിനുശേഷം 1-ാം പാൽ മാത്രമേ എടുക്കുന്നുള്ളൂ. നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് 1-ാം പാലൂടെ ചേർത്ത് നന്നായി കുറുക്കിയെടുക്കും. നല്ല കുറുകിയിരിക്കും. ചിലർക്കാണെങ്കിൽ കുറച്ച് വെള്ളമായിട്ട് ഇലയിൽ, എനിക്കങ്ങനെ പോകുന്ന ഇഷ്ടമല്ല. ഇലയിൽ നമുക്ക് ഉണങ്ങി ഇത് നന്നായിട്ടൊന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേന് നല്ല ഇലയിൽ നിൽക്കത്തക്ക രീതി നല്ല കട്ടിയായിട്ടിരിക്കും. ഇത് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഡിഷാണ്. ഞാൻ ആദ്യമൊക്കെ കഴിച്ചപ്പോൾ ഇതെന്താണെന്ന് തന്നെ എനിക്ക് ചെറുപ്പത്തിലൊക്കെ കഴിക്കുന്നത് എന്തുവാന്ന് തന്നെ ഒരു സംശയം തോന്നുന്നുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റ്ഫുള്ളാണ്. പ്രത്യേകിച്ച് വറുത്തരച്ച കോഴിക്കറിയുടെ കൂട്ടത്തിൽ സൂപ്പറാണ് പിടിയും കൂടെ കഴിക്കാൻ. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആ ബെൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.